എല്ലാവർക്കും നമസ്കാരം. 2026 ഫെബ്രുവരി 1 നിർമ്മല സീതാരാമൻ നമ്മുടെ ധനകാര്യമന്ത്രി യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. ബജറ്റ് പഠിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ രാജ്യം ഇത് എങ്ങോട്ടാണ്, കടമെടുത്ത് അങ്ങ് കൂട്ടുകയാണ്, ഈ കടവും ഈ പലിശയൊക്കെ ഇനി എന്ന് വീട്ടാനാണ് എന്നുള്ളൊരു ചോദ്യമാണ്. കാരണം ഒരു 2013 മുതലുള്ള നമ്മൾ എത്ര കടമെടുത്തിട്ടുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇരട്ടിക്കിരട്ടിയായിട്ട് കടമെടുത്ത് കൂട്ടുകയാണ്. അങ്ങനെ ഈ രാജ്യം കടത്തിൽ പെട്ടു പോകുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ ഒരു വശത്ത്. വേറൊരു കാര്യം, ഈ ബഡ്ജറ്റൊക്കെ വന്നെങ്കിലും പലരും ഇപ്പോഴും ശ്രദ്ധിക്കുന്നത് സ്വർണത്തിൻ്റെ വിലയെക്കുറിച്ചിട്ടാണ്. 1,31,000 അത്രയും രൂപയൊക്കെ ഒരു പവൻ സ്വർണത്തിന് 22 ക്യാരറ്റ് അല്ലെങ്കിൽ 916 ഗോൾഡിന് അത്രയും വില വന്നത് ജനുവരി 29 സ്വർണത്തിൻ്റെ ഈ വിലക്കയറ്റം കണ്ടിട്ട് കണ്ണ് തള്ളിയിരിക്കുന്ന ആളുകൾ ആ ഒരു ഞെട്ടൽ മാറുന്നതിന് മുൻപേ തന്നെ ഒരു 2 ദിവസം കൊണ്ട് തന്നെ അതുപോലെ തന്നെ ഇടിവും ഉണ്ടാവുകയാണ്. 2 ദിവസം കൊണ്ട് തന്നെ ഏകദേശം 13,000 രൂപയിലധികം ഒറ്റയടിക്ക് ഇടിയുകയാണ് ഒരു പവന്. 1,31 വന്നത് ഇപ്പോൾ 1,17, 1,14 എന്നൊക്കെ പറഞ്ഞ് പോവുകയാണ്. ഇനി 1 രൂപയ്ക്കും താഴെ പോകുമോ, സ്വർണത്തിന്റെ വില കൂടുമോ കുറയുമോ, ഇങ്ങനെയുള്ള ആശങ്കകളാണ്. ഇതിൻ്റെ ഒരു കൂട്ടത്തിലാണ് ഈ ബജറ്റ് പലരും ആകാംക്ഷയോടെ നോക്കിയിരുന്നത്. പക്ഷേ നമ്മുടെ ഈ ഒരു ബഡ്ജറ്റ് സ്വർണ്ണവിലയെ കാര്യമായിട്ടൊന്നും ബാധിക്കാൻ ഒരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ് ചുരുക്കം. കാരണം ഇതൊരു ഗ്ലോബലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഗോൾഡിൻ്റെ പ്രൈസ് മാറുക എന്നുള്ളത്. അത് നമുക്ക് പറഞ്ഞു വരാം. ഈ ബജറ്റ് എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ യൂണിയൻ ബഡ്ജറ്റ് വലിയ സംഭവമായിട്ട് ഇങ്ങനെ ഓരോന്നും ഇഴകീറി പരിശോധിക്കുന്നതിന് പകരം വളരെ സിമ്പിളായിട്ട് ഒരു കഥ പറഞ്ഞു പോകുന്നത് പോലെ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശ്രമിക്കുന്നത്. ഉദാഹരണത്തിന് നിങ്ങളൊരു കുടുംബം സങ്കല്പിക്കുക. അതുപോലെ തന്നെയാണ് നമ്മളുടെ രാജ്യത്തിൻ്റെ ഈ ഒരു ബഡ്ജറ്റും എന്ന് കരുതുക. ഇതിൽ 1 രൂപ ഇന്ത്യക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ വരുമാനം, എന്നാൽ ആ 1 രൂപയിൽ 24 പൈസയും നമ്മൾ കടമെടുക്കുന്നതാണ്, നമ്മുടെ കയ്യിൽ ഇല്ല. അതായത് ഏകദേശം 4/1 കടമെടുക്കുന്നതാണ് നമ്മളുടെ ഇൻകം എന്ന് പറയാം. ഇനിയുള്ള എന്താണ്, ഈ കയ്യിലുള്ള പണം ചിലവഴിക്കുന്നതാണ്. അങ്ങനെ ചിലവഴിക്കുമ്പോൾ ഒരു കാര്യമുള്ളത്, 1 രൂപയാണ് നിങ്ങൾ ചിലവഴിക്കുന്നതെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ മുഴുവൻ എക്സ്പെൻസും 1 രൂപയായിട്ട് സങ്കല്പിച്ച് കഴിഞ്ഞാൽ അതിൽ 20 പൈസയും നമ്മൾ പലിശ അടയ്ക്കാൻ വേണ്ടി മാത്രമാണ് കൊടുക്കുന്നത്. അതായത് നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി 4/1 കടമെടുക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ ഇതിന് പലിശ കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ ആകെ ചെലവിൻ്റെ 5/1, അതായത് 20% പലിശ കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. കടം തീർക്കുകയാണെന്നല്ല പറഞ്ഞത്, അതിൻ്റെ പലിശ കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. ഇത് എത്ര വലിയ തുകയാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ 2 ഉദാഹരണം പറയാം. നമ്മുടെ മിലിറ്ററി ബഡ്ജറ്റ് എത്ര വലുതാണെന്നറിയാം. ഇന്ത്യ പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന പണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുദ്ധവിമാനത്തിൻ്റെ മിസൈലിൻ്റെയും ഒക്കെ ചിലവ് എങ്ങനെയാണ്, അത് ഇന്ത്യയുടെ എക്സ്പെൻസിൻ്റെ എത്ര ശതമാനം വരുമെന്നറിയാമോ? വെറും 11%. അങ്ങനെ ഇരിക്കുകയാണ് പലിശ കൊടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ 20% ചിലവഴിക്കുന്നു, അല്ലെങ്കിൽ 1 രൂപ എടുത്താൽ 20 പൈസ ചെലവഴിക്കുന്നു എന്ന് പറയുന്നത്. അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം പെട്ടെന്ന് പറയാനുണ്ട്. ബജറ്റിന്റെ കാര്യത്തിലാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ രാജ്യത്ത് നടപ്പിലാവുന്ന നയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക മാത്രമല്ല, അതിൽ നിങ്ങൾക്ക് പ്രയോജനമാവുന്ന കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താനും കൂടി പഠിക്കണം. അതിൽ തന്നെ ലൈഫ് ഇൻഷുറൻസ്, അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെയൊക്കെ GST എടുത്തു കളഞ്ഞ കാര്യം നിങ്ങളിൽ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല. കാരണം ഒരു സാധാരണക്കാരന് പോലും ഒരു ഹെൽത്ത് ഇൻഷുറൻസും ഒരു ലൈഫ് ഇൻഷുറൻസും നിർബന്ധമാണെന്ന് സർക്കാർ പോലും തിരിച്ചറിഞ്ഞതുകൊണ്ടാണത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഒരു ഹെൽത്ത് ഇൻഷുറൻസോ ലൈഫ് ഇൻഷുറൻസോ പോലും എടുക്കാത്ത ആളുകളൊക്കെ ഉണ്ട്. ലൈഫ് ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞാൽ കുറഞ്ഞ തുകയ്ക്ക് കൂടുതൽ കവറേജ് ലഭിക്കുന്ന പ്ലാനുകൾ എടുക്കുന്നതാണ് നല്ലത്. പലരും വലിയ തുകയൊക്കെ കൊടുത്തിട്ട് ചെറിയ കവറേജ് ലഭിക്കുന്ന ലൈഫ് ഇൻഷുറൻസ് പോളിസികളൊക്കെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇവ രണ്ടും, ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിലും, ഇപ്പോൾ മാസം 400 രൂപ അല്ലെങ്കിൽ 500 രൂപ മുതലൊക്കെ തുടങ്ങുന്നുണ്ട്. അത്തരത്തിലുള്ള ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളുടെ പ്ലാനുകൾ കാണണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ പോയി ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. അവിടെ ഇഷ്ടമുള്ള കമ്പനിയുടെ പ്ലാൻ നോക്കി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അത് ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ 25% വരെയൊക്കെ ഡിസ്കൗണ്ടിലും ടേം ഇൻഷുറൻസ് 15% വരെയൊക്കെ ഡിസ്കൗണ്ടിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ 1 കോടി രൂപ വരെയും ടേം ഇൻഷുറൻസ് ആണെങ്കിൽ 2 കോടി രൂപ വരെയും ഒക്കെ കവറേജ് ലഭിക്കുന്ന പ്ലാനുകൾ കാണാം. ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെച്ചാൽ നിങ്ങൾക്കൊരു അസുഖം വന്നാൽ വലിയ ആശുപത്രികളിൽ പോലും അവിടെ എത്ര ചിലവാകുമെന്ന് ഓർക്കാതെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെല്ലാം. അതുപോലെ ഒരു നല്ല ടേം ഇൻഷുറൻസ് എടുത്തു വെച്ചാൽ നിങ്ങൾക്ക് നിർഭാഗ്യവശാൽ മരണം പോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചാലും നിങ്ങളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഓർത്ത് പിന്നെ പേടിക്കണ്ട, വലിയൊരു തുക നഷ്ടപരിഹാരമായിട്ട് കുടുംബത്തിന് കിട്ടുകയാണ്. അതും 2 കോടി രൂപ വരെയൊക്കെയുള്ള അത്രയും വലിയ കവറേജ് തുകയൊക്കെ. മരണമോ ഗുരുതരമായ രോഗങ്ങളോ ഒക്കെ വരുന്നത് നമുക്ക് ആർക്കും മുൻകൂട്ടി കാണാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഈ 2 കാര്യങ്ങളും മുൻകൂട്ടി ചെയ്തു വെച്ചിരിക്കണം. പ്രവാസികൾക്കും ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് നിന്ന് എടുക്കുന്നതിനേക്കാളും കുറഞ്ഞ ചെലവിൽ ഇതെല്ലാം പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ പോയി നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും എടുത്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഇനി വേറൊരു ഉദാഹരണം പറയാം.
ഈ കിട്ടുന്നതൊക്കെ പല സംസ്ഥാനങ്ങളിൽ നിന്നാണല്ലോ വരുന്നത്. അപ്പോൾ സംസ്ഥാനങ്ങളുടെ ലാഭവിഹിതമായിട്ട് അല്ലെങ്കിൽ അവരുടെ നികുതിയായിട്ട് അവർക്ക് കുറേ വീതിച്ചു കൊടുക്കും. അതും ഏകദേശം ഈ പലിശയുടെ അത്രയൊക്കെ വരുന്നുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ 22% വരാറുണ്ട്. അപ്പോൾ ഇത്രയും കടം നമുക്ക് കിടക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, നമ്മുടെ ആകെ ചെലവിൻ്റെ 1/5 പലിശയ്ക്ക് വേണ്ടി മാത്രം പോവുകയാണ്. കടം തീർത്തുകൊണ്ടിരിക്കുകയാണെന്നല്ല ഈ പറഞ്ഞത്. അപ്പോൾ ഇന്ത്യയുടെ ബജറ്റ്, ഇന്ത്യയുടെ GDP എന്നൊക്കെ പറയുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കടത്തെക്കുറിച്ചാണ് ആദ്യം ഒരു ബോധ്യം വരേണ്ടത്, അല്ലെങ്കിൽ ഡെറ്റ് ടു GDP റേഷ്യോ ഒക്കെ നമ്മുടെ രാജ്യത്തിന് എത്രയുണ്ട് എന്നുള്ളത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുള്ളത്, നമ്മൾ എവിടെ നിന്നാണ് ഈ കടം എടുക്കുന്നത്? അമേരിക്കയിൽ നിന്നാണോ? അല്ലെങ്കിൽ ചില കമ്മ്യൂണിസ്റ്റ് ക്ലാസ്സുകളിലൊക്കെ കേൾക്കുന്നത് പോലെ ഈ ലോകബാങ്കിനും ഒക്കെ കൊണ്ടുപോയി നമ്മളെല്ലാം പണയം വെച്ച് അവർക്ക് പലിശ കൊടുത്താണോ നമ്മളിങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ചോദ്യമുണ്ട്. അങ്ങനെയൊന്നും അല്ല. ഇന്ത്യയുടെ കടത്തിൻ്റെ 97% അല്ലെങ്കിൽ ഭൂരിഭാഗവും നമ്മൾ ഇന്ത്യക്കകത്ത് നിന്ന് തന്നെയാണ് എടുക്കുന്നത്. അതായത് ഇന്ത്യയിലെ ഓരോ പൗരന്മാരുടെയും കയ്യിൽ നിന്ന് എന്ന് തുടങ്ങി നമ്മുടെ ഇന്ത്യയിലെ ബാങ്കുകൾ, RBI ഇതിൽ വരുന്നുണ്ട്, നമ്മുടെ LIC വരുന്നുണ്ട്, ഇങ്ങനെയൊക്കെ തുടങ്ങി ഇന്ത്യക്കകത്ത് നിന്ന് തന്നെയാണ് നമ്മൾ ഇന്ത്യയുടെ കടത്തിൻ്റെ 97% എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വരുമാനത്തിൻ്റെ 20%, 1/5 പലിശ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് വിനിയോഗിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ പണം മുഴുവൻ ഇന്ത്യക്കകത്ത് തന്നെയാണ് കിടന്ന് കറങ്ങുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നേരെ മറിച്ച് നമ്മൾ വിദേശത്ത് നിന്ന് എടുത്ത കടമുണ്ട്, അതൊരല്പം പ്രശ്നമാണ്. കാരണം എന്താ? ഇന്ത്യൻ രൂപയുടെ വിലയൊക്കെ ഇങ്ങനെ കുറഞ്ഞു പോകുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട കടവും കൂടുകയാണ്. ഇപ്പോൾ വേൾഡ് ബാങ്കിൽ നിന്നോ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ നിന്നോ ഒക്കെ നമ്മൾ ഡോളറിന് 50 രൂപ നിന്നപ്പോൾ എടുത്ത കടം ഇപ്പം നമ്മൾ തിരിച്ചടയ്ക്കാൻ പോയി കഴിഞ്ഞാൽ ഡോളറിന് 80 രൂപയും അല്ല 90 രൂപയും കഴിഞ്ഞു. അങ്ങനെയുള്ള കടം എത്രയുണ്ട്? ഇന്ത്യയുടെ ആകെ കടത്തിൻ്റെ ഒരു 3% അല്ലെങ്കിൽ 4% മാത്രമാണ് വിദേശത്ത് നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള കടം. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മളുടെ ഈ ഇന്ത്യ എന്ന് പറയുന്ന കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ഏകദേശം സിമ്പിളായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ വരുമാനം ഇങ്ങനെയാണ്, ചിലവ് ഇങ്ങനെയാണ്, കടം ഇങ്ങനെയാണ്, പലിശ ഇങ്ങനെയാണെന്നൊക്കെ. ഇനിയാണ് ഈ ബജറ്റ് വന്നപ്പോൾ ആളുകൾ ചിലരൊക്കെ ആദ്യമായിട്ടായിരിക്കും ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നത്. എന്നിട്ട് പറയുകയാണ് നമ്മുടെ രാജ്യം കടക്കെണിയിലേക്ക് പോവുകയാണ്, ഇവരെ നശിപ്പിക്കുകയാണ് എന്നൊക്കെ. അതിലെന്തെങ്കിലും കഥയുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇനി നിലവിൽ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ബജറ്റ് അനുസരിച്ചെന്ന് പറഞ്ഞാൽ കടമെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം 17 ലക്ഷം കോടി ഇന്ത്യൻ രൂപയ്ക്ക് അടുത്താണ്. 2013 എന്താണ് ആ തീയതി എടുത്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 2013 ബജറ്റ് അനുസരിച്ച് കടമെടുത്തത് എത്രയാണ്? വെറും 5 ലക്ഷം കോടി ഇന്ത്യൻ രൂപ മാത്രമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക, 2013 എടുത്തതിൻ്റെ ഇരട്ടിക്കിരട്ടി കടമാണ് ഇപ്പോൾ എടുത്തു കൂട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന കടം കൊണ്ടാണോ ഈ പറയുന്ന പാലവും ബ്രിഡ്ജും ഒക്കെ പണിയുന്നത് എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല. നമുക്ക് കുറ്റം പറഞ്ഞു പോകാനായിട്ട് എളുപ്പമാണ്. നമ്മുടെ താല്പര്യങ്ങളെ ഇഷ്ടപ്പെടുത്തുന്നത് വരെ നമ്മളിങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കും, എന്നിട്ട് ആ കുഴിക്കൽ അങ്ങ് നിർത്തും. അങ്ങനല്ല, കുഴിക്കുമ്പോൾ മുഴുവൻ കുഴിക്കുക. എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കുക. 2030 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ ഡെറ്റ് ടു GDP റേഷ്യോ, അതാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് നമ്മുടെ GDPയുമായിട്ടുള്ള നമ്മുടെ കടത്തിൻ്റെ അനുപാതം, അതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ കടം എത്രയുണ്ട്, GDP എത്രയുണ്ട് എന്നുള്ളതല്ല. ആ ഒരു അനുപാതം 50% എത്തിക്കാനായിട്ടാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. നിലവിൽ അത് 55% ഡെറ്റ് ടു GDP റേഷ്യോ. അതൊക്കെ അങ്ങനെയൊക്കെ പറയാം. ഇതുവെല്ലാം നടക്കുമെന്ന് ചോദിച്ചാൽ, ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഈ ഡെറ്റ് ടു GDP റേഷ്യോ എന്ന് പറഞ്ഞാൽ അവരാണ് ഒന്നാമത്, 236% ഒക്കെയാണ്. അമേരിക്കയുടെ 125%, UK കാനഡയൊക്കെ എടുത്താൽ 100%. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ത്യക്ക് അത് 55% നിലവിലുള്ളത്. നമ്മൾ 2030 ആകുമ്പോൾ അത് 50% എത്തിക്കുമെന്നും പറയുന്നു. അതായത് കടം എന്നുള്ളത് നമ്മൾ കുറച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇങ്ങനെ എത്തിക്കുമെന്ന് പറഞ്ഞാൽ മതിയോ? എത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എത്തിക്കുന്നുണ്ട്. അതാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 2013 GDP എന്ന് പറയുന്നത് ഇന്ത്യയുടേത് 87 ലക്ഷം കോടി ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായിരുന്നു. നോമിനൽ GDP ആണ് പറയുന്നത്. അന്നാണ് നമ്മൾ 5 ലക്ഷം കോടി ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായ തുക കടമെടുത്തത്. അതായത് GDPയുടെ 5.8% ആയിരുന്നു അതെന്ന് ഓർക്കുക. ഈ വർഷം അത് 4.3%. അപ്പോൾ ഇവിടെ കിടന്നുകൊണ്ട് കടമെടുത്ത് കൂട്ടുകയാണ്, നശിപ്പിക്കുകയാണെന്ന് പറയുന്നവര് പറഞ്ഞുണ്ടാക്കുന്നത് എന്തെങ്കിലും കാര്യമുണ്ടോ? യഥാർത്ഥത്തിൽ അവർ പറയുന്നതിൻ്റെ വിപരീതമാണ് സംഭവിച്ചത്. 2013 5 ലക്ഷം കോടി രൂപ മാത്രമേ കടമെടുത്തിട്ടുണ്ടാവുകയുള്ളൂ, സമ്മതിച്ചു. പക്ഷെ അന്നുള്ള GDP അല്ല ഇന്ത്യക്ക് ഇന്നുള്ളത്. ആ 87 ലക്ഷം കോടി ഇന്ത്യൻ രൂപ എന്നുള്ളത് 2026 ഈ സമയമായപ്പോഴേക്കും ഇന്ത്യയുടെ GDP ഇപ്പോൾ കണക്കാക്കുന്നത് 392 ലക്ഷം കോടി ഇന്ത്യൻ രൂപയാണ്. അല്ലെങ്കിൽ 400 ലക്ഷം കോടി ഇന്ത്യൻ രൂപയ്ക്ക് അടുത്തെത്തിയിരിക്കുന്നു. എവിടെ നിന്ന്? 87 ലക്ഷം കോടി ഇന്ത്യൻ രൂപയിൽ നിന്ന്. GDP എത്ര 10 മടങ്ങായിട്ട് വർദ്ധിച്ചു എന്ന് ചിന്തിക്കുക. അത്രയും വലിയ GDPയുടെ 4.3% മാത്രമേ ഇപ്രാവശ്യത്തെ ബജറ്റിൽ നമ്മൾ കടമെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾ പറയുക,
ഇന്ത്യയുടെ വളർച്ച മുന്നോട്ടാണോ പിന്നോട്ടാണോ എന്ന്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് നമ്മുടെ ധനകാര്യ മേഖലയിലൊക്കെ കാണുന്നത്, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ കാണുന്നത്. നമ്മുടെ GDP-യുടെ 9.2% ഒക്കെ നമ്മൾ ധനക്കമ്മി വന്ന സമയമുണ്ടായിരുന്നു. അതെപ്പോഴാണ്? ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്താണ്. അന്ന് ലോകരാജ്യങ്ങളിലെല്ലാം അത് സംഭവിച്ചതാണ്. അന്നത്തെ ആ 9.2% എന്നുള്ളത് കുറച്ച് കൊണ്ടുവന്ന് ഇപ്പോൾ അത് 4.3% എത്തിയിരിക്കുന്നു. അപ്പോൾ ഇത്രയും നല്ല ഡിസിപ്ലിനിൽ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടാണ് ഇവിടെ ഇരുന്നുകൊണ്ട് പലരും പറയുന്നത് കടമെടുത്ത് കൂട്ടുകയാണ്, ഈ കടത്തിൻ്റെ മുഴുവൻ പലിശ അടച്ച് നമ്മുടെ കാശ് മുഴുവൻ പോവുകയാണ് എന്നൊക്കെ. പിന്നെ നമ്മൾ സ്വർണത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഗോൾഡ് ലിമിറ്റഡ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ആയിരിക്കും എന്ന് കരുതി അതിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും ബുദ്ധിയല്ല. ഒരുപക്ഷെ ഈ വർഷം അവസാനമാകുമ്പോഴേക്കും സ്വർണത്തിൻ്റെ വില ഒരു പവന് ഒരു 2 ലക്ഷത്തിനടുത്ത് വരെ എത്താമെന്നുള്ള പ്രവചനങ്ങളുണ്ട്. അങ്ങനെ തന്നെ സംഭവിക്കണമെന്നില്ല. എന്നിരുന്നാലും ഇപ്പോൾ ഗോൾഡിന് ഒരല്പം വില പോകുന്നുണ്ട് എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ ഇനി ഒന്നിന് താഴെ പോയാലും അത് വീണ്ടും തിരിച്ച് കയറുമെന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഗോൾഡിന്റെ വില കൂടുന്നതും കുറയുന്നതും ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ ജിയോ പൊളിറ്റിക്സ് ഒന്ന് നോക്കിയാൽ മാത്രം മതി. ഈ കഴിഞ്ഞ സമയത്ത് എന്താണ് സംഭവിച്ചത്? ഇറാനിൽ വലിയ പ്രശ്നങ്ങൾ, അതുപോലെ നാറ്റോയിൽ ഭിന്നത, ഈ ഗ്രീൻലാൻഡിൻ്റെയും കാനഡയുടെയും ഒക്കെ കാര്യം വെച്ചിട്ട് അമേരിക്കയും ഇവരുമായിട്ട് തെറ്റുന്നു. അങ്ങനെ ഇറാന്റെ ഭാഗത്ത് റഷ്യ, ചൈന ഇങ്ങനെയൊക്കെ വരുന്നു. അങ്ങനെ ലോകത്തിന്റെ മൊത്തത്തിലുള്ള ആ ഒരു താളം തെറ്റുന്നു എന്നുള്ള വലിയ ടെൻഷനൊക്കെ വന്ന ഒരു സമയമാണ്. ഒരു രാജ്യത്ത് വലിയ അസ്ഥിരതകൾ ഉണ്ടാകുമ്പോൾ അവിടെയുള്ള ആളുകൾ, ചെറുതും വലുതുമായിട്ടുള്ള സ്ഥാപനങ്ങളും ഒക്കെ അത് അവരുടെ പണം ആ കറൻസിയിൽ നിന്ന് മാറ്റി ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അവിടുത്തെ സെൻട്രൽ ബാങ്കുകൾ വരെ ഗോൾഡ് വാങ്ങിക്കൂട്ടും. ഇങ്ങനെയാണ് ഈ വില കൂടുന്നത്. അല്ലാതെ നമ്മുടെ നാട്ടിലുള്ള സ്വർണ്ണക്കമ്പം കൂടിയതുകൊണ്ടോ കുറഞ്ഞുകൊണ്ടോ അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. വളരെ കുറച്ച്. ലോകത്ത് എപ്പോഴൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ അപ്പോഴൊക്കെ ഗോൾഡിന്റെ വില കൂടും. ലോകം വളരെ സമാധാനത്തിൽ പോകുമ്പോൾ ഗോൾഡിന്റെ വില കുറയും. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ തന്നെ വളർച്ചയെ സ്വാധീനിക്കുന്ന ഇത്തരം നയങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ ഭാവി സുരക്ഷയ്ക്ക് വേണ്ടി സർക്കാർ നൽകുന്ന ഇളവുകളും ആനുകൂല്യങ്ങളും കൂടി പ്രയോജനപ്പെടുത്തണം. ഇപ്പോൾ GST ഇല്ലാതെ കുറഞ്ഞ ചെലവിൽ ഹെൽത്ത് അല്ലെങ്കിൽ ടേം പ്ലാനുകളൊക്കെ എടുത്തു വെക്കാം. ഇത് നമ്മുടെ കുടുംബത്തിന്റെയൊക്കെ സാമ്പത്തിക സുരക്ഷയെ വലുതായി ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ വൈകിപ്പിക്കുന്നത് ഒട്ടും നല്ലതല്ല. ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികളുടെയൊക്കെ പ്ലാനുകൾ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ടേം ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും ഒക്കെ എടുത്തു വെക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും വിമർശനങ്ങളും സംശയങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റിൽ അറിയിക്കണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.